കണ്ണൂർ ജില്ലക്കാരിയായ ഞാൻ മുഴപ്പിലങ്ങാട് ബീച്ചിനെ പറ്റി ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ വളരെയധികം മോശമല്ലേ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പുതുതായിട്ട് തുടങ്ങിയ ഒരു വാക്ക് വേനെ പറ്റിയിട്ടുള്ള വീഡിയോ ആകാമെന്ന്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. അപ്പോൾ ഇവിടെയാണ് പുതുതായിട്ട് വാക്ക് വേയും കൂടി തുടങ്ങിയത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പാർക്കും ഉണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ അടുത്ത കാലത്താണ് കഴിഞ്ഞത്. അത് നിങ്ങളൊക്കെ ന്യൂസിലൊക്കെ കേട്ട് കാണുമല്ലോ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നല്ല രസമായിരുന്നു. കുറേ അധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് മഴ പെയ്തു. ഇപ്പം മഴക്കാലമല്ലേ, അപ്പോൾ എല്ലാവരും ഓടി ഒളിച്ചു. പിന്നെ ഇത് അവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് നല്ല വിശാലമായിട്ട് കടലൊക്കെ കാണാൻ പറ്റും. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് നമുക്ക് ഡ്രൈവിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ റെയിൻ കോട്ടും കുടയൊക്കെ എടുത്ത് പോയത് കൊണ്ട് മഴയൊക്കെ ആസ്വദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. മകന് മഴയിൽ ഇങ്ങനെ കളിക്കാൻ കിട്ടിയ നല്ലൊരവസരം ആണിത്. അത് അവൻ മാക്സിമം പ്രയോജനപ്പെടുത്തിന്. മഴ പെയ്തപ്പോൾ അത്ര അധികം ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ അവിടെ നിന്നൊക്കെ ഓടി നല്ലോണം കളിച്ചു. എനിക്ക് നല്ലോണം വീഡിയോ എടുക്കാനും പറ്റിയത്. കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. അതുകൊണ്ട് തന്നെ മഴക്കാലമായിട്ടും ഇവിടെ നല്ല തിരക്കായിരുന്നു. വളരെയധികം മനോഹരമായ ഒരു വാക്ക് വേ ആണ് ഇത്. പിന്നെ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ ബീച്ചായതുകൊണ്ട് പുതുതായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പഠിക്കുന്ന ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുന്ന ഒരു ബീച്ചാണ് ഇത്. രാവിലെ ഒരു 7 മണിക്കൊക്കെ വന്നാൽ 9:30 വരെയൊക്കെ നല്ലോണം ഓടിച്ച് പഠിക്കാൻ പറ്റും. അതിനുശേഷമൊക്കെ നല്ല വെയിലായിരിക്കും. പിന്നെ ഡ്രൈവിംഗ് ഒന്നും പഠിക്കാൻ പറ്റില്ല. പിന്നെ സൺഡേ ഈവനിങ്ങും ഡ്രൈവിംഗ് ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോഴും നല്ല തിരക്കായിരിക്കും. സാധാരണ റോഡിലെ കൂടി ഓടിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ബീച്ചിലൂടെ ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൺഡേ ഒന്നും ആരും ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് വരാറില്ല. വാക്ക് വേയിലും നല്ല ലൈറ്റ് സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി ആയാലും നമുക്ക് ഇവിടെയൊക്കെ വന്ന് കണ്ട് ആസ്വദിക്കാനും കഴിയും. ഇത്രയധികം പൈസ ഒക്കെ ചിലവാക്കി വാക്ക് വേ നിർമ്മിച്ചിട്ടും ഇവിടുത്തെ റോഡ് സൗകര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു റോഡിലെ കൂടി തന്നെയാണ് വണ്ടി വരുന്നതും പോകുന്നതും. അത് വൺ വേ മാത്രം ആക്കി മാറ്റിയാൽ അവിടേക്ക് പോകുന്ന ആൾക്കാർക്ക് സമയം നല്ലോണം ലാഭിക്കാൻ വേണ്ടി പറ്റും. ഒരു 5 മിനിറ്റ് കൊണ്ട് ബീച്ചിലേക്ക് എത്തേണ്ട സമയത്ത് ഒരു അരമണിക്കൂറിലും മുകളിലേക്ക് ചിലവാക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. പോകുന്ന റോഡ് ചെറിയ റോഡായതുകൊണ്ട് തന്നെ വലിയ വണ്ടിയൊക്കെ വരുമ്പോൾ 2 സൈഡിലൂടെയും വണ്ടി പോകുന്നത് കൊണ്ട് തന്നെ നല്ല അധികം ബുദ്ധിമുട്ടി തന്നെയാണ് നമുക്ക് അവിടെ എത്താൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മുഴപ്പിലങ്ങാട് ബീച്ച് അടിപൊളിയാണ്.